കുന്നിക്കോട് ജംഗ്ഷന് സമീപം ടാങ്കർ ലോറി മറിഞ്ഞ് വീടുകൾ തകർന്നു. കൊട്ടാരക്കര ഭാഗത്തുനിന്ന് തെങ്കാശിക്ക് പോവുകയായിരുന്ന ഫർണസ് ഓയിൽ നിറച്ച ടാങ്കർ ലോറിയാണ് 15 അടി താഴ്ചയിലേക്ക് വീണത്. വീട്ടിലുണ്ടായിരുന്ന 80 വയസ്സുകാരി സുഹറ ബീവി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ലോറി ഡ്രൈവറും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സുലേഖ ബീവിയുടെ മകൻ നിസാമിന്റെ വീടും ഭാഗികമായി തകർന്നിട്ടുണ്ട്. ടാങ്കർ ലോറിയിൽ നിന്ന് ഫർണസ് ഓയിൽ ചോർന്നൊലിച്ചു. സമീപത്തെ കൃഷിഭൂമിയിലും KIPയുടെ സബ് കനാലിലും ഫർണസ് ഓയിൽ വ്യാപകമായി ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടെന്നും ഫർണസ് ഓയിലിന് തീപിടിക്കാൻ സാധ്യതയില്ലെന്നും ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു. ഇത് ഫർണസ് ഓയിലാണ്. റിഫൈനറിയിൽ പെട്രോൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുക്കുന്നതിന് ആ പ്രോഡക്റ്റ് വരുമ്പോൾ താറ് നമുക്ക് റിഫൈൻ ചെയ്തെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റാണ് ഫർണസ് ഓയിൽ എന്ന് പറയുന്നത്. ഇത് റോഡ് ടാറിങ്ങിന് തൊട്ട് മുമ്പായിട്ട് പഴയ ടാറിങ്ങിന്റെ പുറത്ത് പുതിയ ടാറിങ് പിടിക്കുന്നതിന് സ്പ്രേ ചെയ്യുകയും അതുപോലെ തന്നെ ഇരുമ്പ് ഉരുക്കുന്നതിന് വേണ്ടിയൊക്കെ ഫർണസിൽ ഉപയോഗിക്കുകയും കൂടാതെ ഈ ഫാക്ടറികളിൽ സ്റ്റീം ഒക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ ആയിട്ട് ഇത് കത്തിച്ച് ഇങ്ങനെ നമ്മൾ ഫർണസ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് കയറി തീ പിടിക്കത്തില്ല എങ്കിൽ തന്നെയും ഇത് വെള്ളത്തിൽ ഒഴുകിപ്പ് കഴിയുന്നത് ഭയങ്കര പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകുന്നതാണ്. ഇത് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു സാധനമാണ്. ഉദ്ദേശം 20 ടണ്ണോളം ആ സാധനമാണ് വന്നിട്ടുള്ള ടാങ്കറിനകത്തുള്ളത്. അതിന് 4 ലിഡ് എന്നുള്ളത് തലയിഴുക്കാമ്പാട് വീണ വാഹനത്തിന് 4 ലിഡിൽ കൂടെ വെള്ളം ഇത് സാധനം ചോർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾക്ക് ഇപ്പം അതിന്റെ വലിയ ഫ്ലോ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിന്റെ ലീക്കാവുന്ന ഭാഗത്തെല്ലാം തുണിയും മറ്റും നമ്മൾ ഇടിച്ചു കയറ്റി അതിന്റെ ഫ്ലോ കുറച്ചിട്ടുണ്ട്. പിന്നെ പല ഭാഗത്തായിട്ട് ഇവിടെ നമ്മൾ കുഴിയെടുത്ത് അതുപോലെ തന്നെ കനാലിൽ ഒഴുകി വന്നത് നമ്മൾ അത് ആ ഒഴുക്ക് നിർത്തി കനാലിന്റെ ഒരു ഭാഗം നമ്മൾ മണ്ണ് വെട്ടിയിട്ട് അടച്ചിട്ടുണ്ട്. ഇനി ബന്ധപ്പെട്ട പൊല്യൂഷൻ വകുപ്പുകളും മറ്റ് അധികാരികളും വന്നിട്ട് ഇത് നീക്കം ചെയ്യുന്നതിനുള്ള മാർഗം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. JCB പോലും ഇപ്പോൾ ഇറങ്ങി വരാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാണെന്ന് JCBയുടെ ആളിനെ ഇവിടെ കൊണ്ടുവന്നു. അവർക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ പറ്റത്തില്ല. കനാല് ഒരുപാട് വർഷം പഴക്കമുള്ളതും ബലക്ഷയമുള്ളതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കൂടി JCB ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് JCBക്കാർ വന്നിട്ട് ഇറങ്ങാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഫയർഫോഴ്സ് പുനലൂരിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത് ഒഴുകാതിരിക്കുന്നുള്ള സർവ്വ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിക്കവാറും ഇതിൻ്റെ എല്ലാ ഫ്ലോയും കുറഞ്ഞ് ഇപ്പോൾ കണ്ട ഒരു മണിക്കൂറിൽ കൂടി പോയാൽ 1 ലിറ്റർ കഷ്ടിച്ച് വഴി വരുന്ന ഒരു അവസ്ഥയിലാണ്. മിക്കവാറും കൂടുതലും ഒഴുകി പോകേണ്ട സാധനങ്ങൾ അതിൻ്റെ ചരിവിൻ്റെ അനുസരിച്ച് പൊട്ടിയ ഭാഗത്തുനിന്നും ഏകദേശം ഒഴുകി തീർന്നിട്ടുണ്ട്. എങ്കിലും ആ ടാങ്കിൻ്റെ പകുതിയോളം ഭാഗം ഒഴുകി തീർന്നെങ്കിലേ അതിൻ്റെ ഫ്ലോ നമുക്ക് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റത്തുള്ളൂ. ലീക്കായ ഭാഗത്തെല്ലാം നമ്മൾ തുണി കയറ്റിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ നിന്നും പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് ടാങ്കർ ലോറിയിലെ ചോർച്ച തടഞ്ഞത്. 7 മാസത്തിനിടെ ഇത് 3ാം തവണയാണ് നിസാമിന്റെ വീടിന് മുകളിലേക്ക് വാഹനം മറിഞ്ഞു വീഴുന്നത്. 3 മാസങ്ങൾക്ക് മുൻപ് ടാങ്കർ ലോറി വീണ് തകർന്ന നിസാമിന്റെ വീട് അടുത്തിടെയാണ് പുനർനിർമ്മിച്ചത്. സ്ഥിരമായി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന ഈ മേഖലയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാമെന്നും സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാമെന്നും ദേശീയപാത അധികൃതർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇവയെല്ലാം പാഴ്വാക്കായെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നിരവധി സംഭവങ്ങൾ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. ഇതേപോലെ ഈ പ്രദേശത്ത് നേരത്തെ തന്നെ പല വാഹനങ്ങളും ഈ വീടിന്റെ പുറത്ത് വീണിട്ടുണ്ട്. അന്ന് തന്നെ നമ്മൾ നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാരടുത്തും മറ്റു ആൾക്കാരടുത്തും നമ്മൾ നിവേദനം കൊടുക്കുകയും അതേപോലെ തന്നെ പാർലമെന്റ് മെമ്പർ ഉൾപ്പെടെയുള്ള കൊടുക്കുന്ന സുരേഷ് എംപി ഉൾപ്പെടെയുള്ള നേരിട്ട് വന്ന് സന്ദർശിച്ച് നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയും ഇവിടെ ഫെൻസിംഗ്, അതായത് വാഹനം മറിയാതിരിക്കാൻ ഫെൻസിംഗ് ഇവിടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവും വന്നിട്ടുള്ളതാണ്. പക്ഷേ നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാർ വളരെ നിരുത്തരവാദപരമായി ഇത്രയും കാലമായി ഇത്രയും വലിയ മാരകമായി ദുരന്തമുണ്ടാകുന്ന ഈ സംഭവമായിട്ട് പോലും ഇവരാരും ഇത് ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടില്ല. അതായത് ഫെൻസിങ്ങിന്റെ ഈ ചെയ്യുന്നതിനുള്ള ഉത്തരവ് നിലവിലുണ്ട്. ഇവിടെ ഫെൻസിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ചെയ്തിട്ടില്ല. ഇതിന് നേരത്തെ ഒരു ടാങ്കർ ലോറി ഇവിടെ മറിയുകയും അത് മനുഷ്യന് ദുരന്തം ഉണ്ടാവാത്തത് പകലായതുകൊണ്ടും ഇപ്പോഴും ഈ പകലായതുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടാകാതിരുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.